ജീവനക്കാരെ ഈ ബജറ്റിലൂടെ ചേർത്ത് പിടിച്ച് കഴുത്ത് ഞെരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇത്രയും വിഷപ്പാമ്പുകളായ അധികാരികളുടെ ദംശനമേറ്റിട്ട് അവയുടെ വിഷപ്പല്ല് ഏറ്റിട്ട് ഈ സർക്കാർ LDF സർക്കാർ ഒരു ആൻറ്റിവെനം സപ്ലൈ ചെയ്യുന്ന സർക്കാരാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. സർക്കാർ ജീവനക്കാരന് 1 ലക്ഷം കോടിയിലധികം രൂപ കൊടുത്തു തീർക്കാനുണ്ട്. സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് എന്ന അവതരണത്തോടു കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രിയായ KN ബാലഗോപാൽ ബഡ്ജറ്റ് അവതരണം നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിച്ചോ? എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഈ ബജറ്റിലൂടെ ചേർത്ത് പിടിച്ച് കഴുത്ത് ഞെരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേർത്തങ്ങ് ആശ്ലേഷിച്ച് പിടിച്ച് ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ സർക്കാർ ഈ 2025 ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അങ്ങ് പിടിച്ചുടച്ചില്ലാതാക്കുകയാണ്. ജനങ്ങളെയും ജീവനക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഒരു ബജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ പേജുകൾ തന്നെ ഉപയോഗപ്പെടുത്തുന്ന അഭൂതപൂർവമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ 4-ാം പേജിൽ പറയുന്നു, ജീവനക്കാരന് ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക 2 ഗഡു കൊടുക്കുന്നു. എന്നത്തെ കുടിശ്ശികയാണിത്? 2019 ജീവനക്കാരൻ അർഹനായ കുടിശ്ശിക. ആ കുടിശ്ശിക 2021 ആ ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നു 4 ഗഡുക്കളായി ഇത് PF ലയിപ്പിക്കുമെന്ന്. ആ PF ലയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ലയിപ്പിച്ചിട്ടില്ല. അതിൻ്റെ എല്ലാ കാലാവധിയും കഴിഞ്ഞു. 2024 സെപ്റ്റംബർ 30 ആയപ്പോൾ ഇതിൻ്റെ കാലാവധി പൂർണ്ണമായും കഴിഞ്ഞു, 4-ാമത്തെ ഗഡു ലയിപ്പിക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് 2025-26 വർഷത്തിൽ ആ പറഞ്ഞ 4 ഗഡുവിൽ 2 ഗഡു പകുതി ലയിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ സർക്കാർ ഇതുവരെ ശമ്പള പരിഷ്കരണം പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം മന്ത്രിമാരുടെ വാഹനങ്ങൾ, പഴയ വാഹനങ്ങളൊക്കെ സർക്കാരിൻ്റെ പഴയ വാഹനങ്ങൾ, കച്ചട വാഹനങ്ങളൊക്കെ മാറ്റി ഹെലികോപ്റ്റർ വാങ്ങുന്നു, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു. ആരും യാത്ര ചെയ്തില്ലെങ്കിൽ അതിന് 90 കോടി കൊടുക്കുന്നു. 100 കോടി രൂപ മുടക്കി പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ, കൊട്ടാര സദൃശമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ജനങ്ങളുടെയും ജീവനക്കാരൻ്റെയും നികുതി പണത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം. നിങ്ങൾ പാമ്പ് കടിയേറ്റോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ പാമ്പ് ഭീതിയിലാണ് കഴിയുന്നത്. അപ്പോഴാണ് പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പാമ്പ് കടി ഏറ്റാലും മരിക്കാതെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്നുള്ള ഒരു നൂതന പദ്ധതി, ഭയങ്കര പദ്ധതിയാണ്. ആ പദ്ധതി സർക്കാർ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇത്രയും വിഷപ്പാമ്പുകളായ അധികാരികളുടെ ദംശനമേറ്റിട്ട് അവയുടെ വിഷപ്പല്ല് ഏറ്റിട്ട് നമ്മൾ മരിച്ചിട്ടില്ല. നമ്മളെ പട്ടിണിക്കിടാൻ ശ്രമിച്ചിട്ട് നമ്മൾ മരിച്ചിട്ടില്ല. നമ്മുടെ 6 കൊല്ലമായിട്ട് 2019 മുതൽ നാളിതുവരെ ഒരു ആനുകൂല്യം കൃത്യമായി ഈ സർക്കാർ തന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ മരിച്ചിട്ടില്ല. പിന്നെയല്ലേ പാമ്പ് കടിയേറ്റാലും ഈ ജീവനക്കാരൻ മരിക്കില്ല. കാരണം അത്രയ്ക്ക് പ്രതിരോധ ശേഷി ഈ സർക്കാരിൻ്റെ ദ്രോഹപ്രവൃത്തികളാൽ ഞങ്ങൾ ആർജിച്ചു കഴിഞ്ഞു, നേടിയെടുത്തു കഴിഞ്ഞു. ആൻറ്റിവെനം ഈ സർക്കാർ, LDF സർക്കാർ ഒരു ആൻറ്റിവെനം സപ്ലൈ ചെയ്യുന്ന സർക്കാരാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ ജീവനക്കാരന് 1 ലക്ഷം കോടിയിലധികം രൂപ കൊടുത്തു തീർക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ഫണ്ടിൽ 50% വെട്ടിക്കുറവ് വരുത്തിയ സർക്കാർ. അപ്പോൾ സർക്കാർ ജീവനക്കാരന് കൊടുത്തു തീർക്കാനുള്ള 1 ലക്ഷം കോടി രൂപയും പ്ലാൻ ഫണ്ട് 50% വെട്ടിക്കുറച്ചപ്പോഴും ഈ സംസ്ഥാനത്തെ ധനം എങ്ങോട്ട് പോയി എന്നുള്ളതിൽ ബജറ്റല്ല അവതരിപ്പിക്കേണ്ട. യഥാർത്ഥത്തിൽ സർക്കാർ ഒരു ധവളപത്രമാണ് ഇറക്കേണ്ടത്. ഈ പൈസ എങ്ങോട്ട് പോയി? ഇത്രയും 1 ലക്ഷം കോടി രൂപ സർക്കാർ ജീവനക്കാരൻ ന്യായമായി കൊടുക്കേണ്ട തുകയും ഈ പ്ലാൻ ഫണ്ടിലെ 50% വെട്ടിക്കുറവ് വരുത്തുമ്പോഴുള്ള തുകയും എവിടെ പോയി എന്ന് സാധാരണ ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ജനുവരി മാസം 1-ാം തീയതി മുതൽ ഞങ്ങൾക്ക് കിട്ടേണ്ട DA, ആ DA ലോക്കറിൽ കിടക്കുകയാണ്. ഇടത് സർക്കാരിന്റെ ലോക്കർ. പിണറായി വിജയനും സഖാവ് ബാലഗോപാലും പൂട്ടിയെടുക്കുന്ന ആ താക്കോല് പതുക്കെ തന്ന് ഞങ്ങൾക്ക് ലോക്കറിൽ നിന്ന് 2 ഗഡു നിങ്ങൾക്ക് തരുമെന്നാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാണമില്ലേ സർക്കാര്? നാണമില്ലേ? ഞങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ടിൽ കിടക്കുന്ന പൈസ, ഞങ്ങളുടെ പൈസ
നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിക്കിട്ട് ഇതാ ബജറ്റിലൂടെ വലിയ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. 2023 ഞങ്ങൾ പിൻവലിക്കേണ്ട DA, ഞങ്ങൾക്ക് കിട്ടേണ്ട PF-ലെ തുക 2025 ഏതോ ഒരു മാസത്തിൽ നിങ്ങൾ തരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അത് കറുത്ത വലിയ അക്ഷരത്തിൽ അച്ചടിച്ചു വിട്ടിരിക്കുന്ന നാണം കെട്ട ഇടപാടാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2019 ജൂലൈ മാസം മുതൽ നമുക്ക് കിട്ടിയ ശമ്പള പരിഷ്കരണം, ആ ശമ്പള പരിഷ്കരണത്തിന്റെ 4 ഗഡു ലയിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ വലിയ കാര്യത്തിൽ പറയുകയാണ് 2025-26 ആണ്ടിൽ 2 ഗഡു ലയിപ്പിക്കുമെന്ന്. ബാക്കി 2 ഗഡു നിങ്ങൾക്ക് ആരുടെ ശബക്കലകൾ കൊണ്ട് പൂജിക്കുവാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുവാൻ കേരളത്തിലെ ഭരണകൂടം തയ്യാറാകണം. 1 ഗഡു DA ആണ് തരുന്നത്. 1 ഗഡു DA 3%. 39 മാസത്തെ DA കുടിശ്ശിക പോകുന്നു. ഏപ്രിൽ മാസം തരുമ്പോൾ വീണ്ടും 39 മാസം. നേരത്തെ ഒരു 39 മാസം, മറ്റൊരു 39 മാസം. ഈ 39 മാസം എനിക്ക് ചോദിക്കുവാനുള്ളത്, പണ്ടൊക്കെ സ്ത്രീകൾക്ക് ഗർഭകാലം എന്ന് പറയുന്ന ഒരു സ്ഥിരമായിട്ട് 9 മാസവും ചില്ലറ ദിവസവും എന്ന് കൃത്യമായി പറയുന്ന ഒരു രേഖയോ അല്ലെങ്കിൽ ഒരു ഏർപ്പാടുമുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരന്റെ DA അടിച്ചു മാറ്റുമ്പോൾ അത് 39 മാസത്തെ തന്നെ അടിച്ചു മാറ്റണമെന്ന് ഏത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നേതാക്കന്മാരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കിഫ്ബി എന്ന ഓമന പേര് വിളിക്കുന്ന സർക്കാരിന്റെ ഒരു ചിട്ടി കമ്പനിയുണ്ട്, ഒരു പാട്ട കമ്പനി, ചിട്ടി കമ്പനിയുണ്ട്. ആ കമ്പനി നിർമ്മിക്കുന്ന റോഡുകൾ, ആ റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നു. അതും ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടുത്തെ സാധാരണക്കാരെയും ബാധിക്കും. അത് ഈ ടോൾ ഏർപ്പെടുത്തുന്നത് പോലും KM എബ്രഹാം മോഡൽ ഭരണത്തിന്റെ ബാക്കിയാണ്. KM എബ്രഹാമിന് ശമ്പളം വർദ്ധിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ടോൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ എന്നും ടോളിനെതിരാണെന്ന് പറയുമ്പോൾ ഇന്ന് തോമസ് ഐസക് എന്നാണ് വിടുവാൻ പറയുകയാണ് ഈ ടോൾ ഏർപ്പെടുത്താതിരിക്കാൻ യാതൊരു ന്യായവും കാണുന്നില്ല എന്ന്. അങ്ങനെ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട ഒരു സർക്കാരായി ലോക ചരിത്രത്തിൽ തന്നെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ജനങ്ങൾ അവഗണിച്ച ഒരു സർക്കാരില്ല, ജനങ്ങളെ അവഗണിച്ച ഒരു സർക്കാരില്ല, ജീവനക്കാരെ അവഗണിച്ച സർക്കാരില്ല. ദാരിദ്ര്യത്തിൻ ബഡ്ജറ്റ്, കാലക്കേടിൻ ബഡ്ജറ്റ്, കത്തിത്തുറയട്ടെ ദാരിദ്ര്യത്തിൻ ബഡ്ജറ്റ്, കാലക്കേടിൻ ബഡ്ജറ്റ്.